നിപ്പയെ അതിജീവിച്ചു, നമ്മള് ഓഗി അതിജീവിച്ചു, നിപ്പയെ അതിജീവിച്ചു. പിന്നെയോ 2 മഹാപ്രളയങ്ങൾ. ഞാൻ പറയണോ, പത്തനംതിട്ടയിൽ പ്രളയത്തിന്റെ മഹാദുരന്തം അനുഭവിച്ച നാടല്ലേ ഈ പത്തനംതിട്ട. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്ന്. എന്റെ ഗ്രാമത്തിന് അരഞ്ഞാനം വിട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ. കേട്ടിട്ടുണ്ടോ? ആ പേര് ഉണ്ടോ? എവിടെയാ കേട്ടത്? മൊയ്തീൻ എന്ന സിനിമയിൽ. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. 1982 ജൂലൈ മാസം 15-ാം തീയതി, 5 ദിവസം കൂടിയുള്ളൂ ഓർമ്മ ദിനത്തിന്. 1982 ജൂലൈ മാസം 15-ാം തീയതി എന്റെ വീടിന്റെ വിളിപ്പാടകലയുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തും കടവിൽ കാലത്ത് 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിടായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്നു മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്. 2018 പ്രളയത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴ ചരിത്രത്തിൽ ആദ്യമായി കരകവിഞ്ഞൊഴുകി വന്ന് 70 വർഷം പഴക്കമുള്ള എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തി കളിച്ചു. അന്ന് ഇരുവഴിഞ്ഞിപ്പുഴയോട് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് കയറാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല, മഹാഭാഗ്യം. ഇരുവഴിഞ്ഞിപ്പുഴ തിരിച്ചിറങ്ങിപ്പോയി. 2019 മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുള് പൊട്ടി പൂർവാധികം ശക്തിയോടെ ഇരുവഴിഞ്ഞിപ്പുഴ ഇരമ്പിയാർത്ത് വന്നപ്പോ എന്റെ വീടിനകത്ത് മുട്ടിന് വെള്ളം. നാസിർ കൊളായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചിട്ടുണ്ടാകാൻ. ഇരുവഴിഞ്ഞും ചാലിയാറും പമ്പയാറും പെരിയാറും നിങ്ങളുടെ നാട്ടിലെ ആറുകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകി 2018 2019. ഇപ്പൊ നിങ്ങളെ നോക്ക്, പൊതുവെ ഈ സദസ്സിൽ സ്ത്രീകൾ കുറവാണ്. കാലാവസ്ഥ മോശമായതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ പ്രളയത്തിന് മുമ്പുള്ള കാലത്ത് പാർട്ടി കമ്മിറ്റിയൊക്കെ വിളിച്ചാൽ 7 മണിക്ക് ശേഷമാണ് കമ്മിറ്റിയെങ്കിൽ സ്ത്രീകൾ പൊതുവെ കുറയും, വീട്ടമ്മമാർ വരില്ല. എന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചാൽ വീട്ടമ്മ വാതിൽ തുറന്നിട്ട് ഒറ്റ ഓട്ട അകത്തേക്ക്. പുറത്ത് വന്നവനെ പേടിച്ചിട്ടല്ല, അകത്ത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താ സംഭവം? രാജഗോപാലൻ റെയിൽ പാളത്തിലേക്ക് കയറി മലബാർ എക്സ്പ്രസ് കുതിച്ചു വരുന്നു. അന്നത്തെ സീരിയൽ കഴിഞ്ഞ് ഉറക്കം കിട്ടുക. രാജഗോപാലൻ റെയിൽ പാളത്തിൽ മലബാർ എക്സ്പ്രസ് കുതിച്ചു വരുന്നു. പിറ്റേന്ന് 7 മണിക്ക് തുറന്നാലോ രാജഗോപാലൻ അങ്ങോട്ടും മലബാർ എക്സ്പ്രസ് ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുള് പൊട്ടി മഹാപ്രളയം ഉണ്ടായപ്പോ ഈ വീട്ടമ്മമാര് സീരിയൽ കാണാൻ നിന്നോ? സിനിമ കാണാൻ നിന്നോ? ഇല്ല. കേരളത്തിലെ വീട്ടമ്മമാരും മാത്രമല്ല, കേരളത്തിലെ മലയാളികൾ മാത്രമല്ല, ലോകത്തുള്ള സകല മലയാളികളും. എന്നാൽ വൈകുന്നേരം 6 മണിയാകുമ്പോ ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ വന്ന് കാത്തിരിക്കുക. എന്തിനാ? സീരിയൽ കാണാനാ? സിനിമ കാണാനാ? മമ്മൂട്ടിയെ കേൾക്കാനാ? മോഹൻലാലിനെ കാണാനാ? അല്ല, ഒറ്റ മനുഷ്യനെ കാണാൻ, ഒറ്റ മനുഷ്യനെ കേൾക്കാൻ. ആരാണ് അയാൾ? കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കാണാനും കേൾക്കാനും കാത്തിരുന്നു കേരളം. എന്താ മനുഷ്യൻ പറഞ്ഞത്? ഭയപ്പെടണ്ട, പ്രളയജലം ഇങ്ങനെ ഒഴുകി വരിക. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയല്ലേ? നോക്കുക, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയല്ലേ? പുനഃസൃഷ്ടിക്കണം ഈ കേരളത്തെ. റീബിൽഡ് കേരള. ഒന്നുകൂടി പറഞ്ഞു, പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല, ഒരു പുതിയ കേരളം. ഒരു പുതിയ കേരളം. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ചെങ്ങന്നൂർ ഇറങ്ങിയിട്ട് ഈ റോഡിലൂടെ വന്നിട്ടുണ്ട് ഞാൻ. പത്തനംതിട്ടയിൽ ആദ്യമായിട്ട് വരികയാണ്. പക്ഷേ കോന്നിയിലോ റാന്നിയിലോ ഒക്കെ വന്നിട്ട്. അന്നുള്ള റോഡാണോ ഇന്നത്തെ റോഡ്? നിങ്ങൾ നോക്ക്, 10 കൊല്ലം മുമ്പ് ആനമുട്ട ഉരുട്ടിയാ പോകാത്ത റോഡിലൂടെ കോയിമുട്ട ഇട്ടാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെത്തും. അമ്മാതിരി റോഡാ. സംശയമുണ്ടോ? നിങ്ങൾ ഈ റോഡിലൂടെ നടക്ക്, തൊട്ട് കാണാം ഈ ഗവൺമെന്റ് കിഫ്ബിയിലൂടെ അടക്കം ഉണ്ടാക്കിയിട്ടുള്ള റോഡുകൾ, ആശുപത്രികൾ, കെട്ടിടങ്ങൾ. എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സ്ഥിതി? ആതുര രംഗമെടുത്ത് പരിശോധിക്ക്. ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, ഉച്ചക്ക് 1 മണിക്ക് അടച്ചു പോയിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇന്നോ 3 ഡോക്ടർമാർ, നേഴ്സുമാർ, മരുന്ന്, രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി വരെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. ഇത് ഹോസ്പിറ്റലാണോ, പഞ്ചനക്ഷത്ര ഹോട്ടലാണോ എന്ന് സംശയിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടമടക്കം. പണ്ട് ആശുപത്രിയിൽ വരാതിരുന്ന സാധാരണക്കാരനടക്കം എന്തിന് സിനിമാ നടന്മാര് വരെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇല്ലേ? എല്ലാവരും വരിക. അത്രയും നല്ല ആശുപത്രികൾ, സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി.
തകർന്നുപോയ സ്കൂൾ കെട്ടിടങ്ങൾ, ആ സ്കൂൾ കെട്ടിടങ്ങൾക്ക് പകരം നിങ്ങൾ നോക്ക്, മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായി. എത്ര മനോഹരം! ഞാൻ ഇപ്പോഴും ഓർക്കാണ്, UDF-ന്റെ ഭരണകാലത്ത് എൻ്റെ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് സ്കൂള്, ആ സ്കൂളിന്റെ കെട്ടിടം തകർന്നു. അധ്യാപകന് ശമ്പളം കൊടുക്കാനില്ല, പുസ്തകമില്ല, കുട്ടികളൊക്കെ സ്വകാര്യ സ്കൂളുകളിലേക്ക് പോയി, 4-5 കുട്ടികൾ മാത്രം ബാക്കിയായി. UDF ഗവൺമെന്റ് സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. അതിന്റെ കാരണം പറഞ്ഞാൽ എന്താ അറിയോ? കാരണം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, അൺഎക്കോണമി, ലാഭകരമല്ല. അതെന്താ? മീൻ കച്ചവട, മീൻ കച്ചവടാണോ?